നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആഭ്യന്തരമന്ത്രിയെയും സർക്കാർ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച കേസിൽ അർജുൻ നായങ്കി 14 ദിവസത്തെ റിമാൻഡിൽ. തലശ്ശേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. 2 വധശ്രമം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിക്ക് സാമ്പത്തിക സഹായം നൽകിയ കുറ്റത്തിന് സഹോദരൻ അജയ് ആയങ്കിയും കസ്റ്റഡിയിൽ. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അർജുനെക്കുറിച്ച് വിവരം നൽകിയ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് 1 ലക്ഷം രൂപ സർക്കാർ പാരിതോഷികം. വന്ദേമാതരം ആലാപന ഉത്തരവിൽ ചീഫ് സെക്രട്ടറിയെ തള്ളി മന്ത്രി കെ മുരളീധരൻ. കേന്ദ്ര പ്രോട്ടോകോൾ സംസ്ഥാനം പിന്തുടരില്ല. കേരളത്തിൽ വന്ദേമാതരം 2 വരി മാത്രമേ ആലപിക്കൂവെന്നും മന്ത്രി. മുഴുവൻ ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ലോക്ഭവൻ. മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിലിന് സ്കൂബ ടീമും. നീണ്ടകരയിൽ ഗൗതം കൃഷ്ണയ്ക്കായി നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സംയുക്ത തെരച്ചിൽ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥനയിൽ ഒറ്റ രാത്രി കൊണ്ട് നേവിക്കായി ഹെലിപാഡ് ഒരുക്കി മാതാ അമൃതാനന്ദമയി മഠം. സർക്കാർ സംവിധാനങ്ങളിൽ വീഴ്ചയെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പിണറായി വിജയന്റെ കാലത്ത് കടലിൽ കാണാതായത് 148 പേരെയെന്ന് മുഖ്യമന്ത്രി. FCRA ഭേദഗതി ബില്ലിന്മേൽ പാർലമെന്റിൽ ബുധനാഴ്ച ചർച്ച. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗിക രേഖകളിൽ കേരളം ആക്കുന്നത് ഉൾപ്പെടെ 4 ബില്ലുകളും പരിഗണനയ്ക്ക്. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകുന്നതുവരെ പ്രതിഷേധം തുടരാൻ ഇന്ത്യ സഖ്യം. റോഡ് മുറിച്ചു കടക്കവേ ബൈക്കിടിച്ച് വയോധികരായ സഹോദരിമാർക്ക് ദാരുണാന്ത്യം. അപകടം തിരുവനന്തപുരം തിരുവല്ലത്ത്. ജീവൻ നഷ്ടമായത് ശാന്തമ്മ, വിജയമ്മ എന്നിവർക്ക്. ബാംഗ്ലൂരിന് സമീപം KSRTC ബസ് അപകടത്തിൽ മരിച്ച ഡ്രൈവർ മിഥിലേഷിനും കണ്ടക്ടർ അരുണിനും നാടിന്റെ അന്ത്യാഞ്ജലി. ആഭ്യന്തരമന്ത്രിയെയും സർക്കാർ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച കേസിൽ അർജുൻ നായങ്കി 14 ദിവസത്തെ റിമാൻഡിൽ. അർജുൻ നായങ്കിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹാജരാക്കിയത്. 2 വധശ്രമം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് അർജുൻ. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ്. 2 വധശ്രമം അടക്കമുണ്ട് അർജുൻ നായങ്കിയുടെ പേരിൽ. ഏതായാലും അർജുൻ ആയങ്കി 14 ദിവസത്തെ റിമാൻഡിലായിരിക്കുന്നു അല്ലേ? മായ സൂചിപ്പിച്ചതുപോലെ മുൻസിഫ് കോടതിയുടേതാണ് ഈ സുപ്രധാനമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നത്. ജാമ്യം നിഷേധിച്ച കോടതി 14 ദിവസത്തേക്കാണ് അർജുൻ നായങ്കിയെ ഇത്തരത്തിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തലശ്ശേരി സബ് ജയിലിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അർജുൻ നായങ്കിയെ സത്യത്തിൽ പോലീസ് വളഞ്ഞിട്ട് പൂട്ടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. നിസ്സാര വകുപ്പുകൾ ചുമത്തിയ ഒരു കുറ്റമാണ് എങ്കിൽ പോലും ഈ അർജുൻ നായങ്കി എന്ന ഒരു കുറ്റവാളിയിൽ നിരവധിയായിട്ടുള്ള കേസുകൾ ഉൾപ്പെടെയുള്ള സാഹചര്യത്തിലാണ് ഈ കോടതിയുടെ ഒരു പ്രത്യേക താൽപര്യപ്രകാരം, പ്രത്യേക നിർദ്ദേശപ്രകാരം ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഊന്നുകല്ലിൽ അതുപോലെ തന്നെ കോതമംഗലത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റു കേസുകളിൽ വരും ദിവസങ്ങളിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ മുൻസിഫ് കോടതിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷ പോലീസ് ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. അർജുൻ നായങ്കിക്ക് ബാഹ്യമായിട്ടുള്ള സംരക്ഷണം ലഭിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ ഗൌരവപൂർവ്വമായിട്ടുള്ള അന്വേഷണം നടത്തിവരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംരക്ഷണം ഒരുക്കിയവർക്കെതിരെ കർശനമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 14 ദിവസത്തേക്ക് അർജുൻ നായങ്കിയെ ആഭ്യന്തരമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിച്ചതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത കേസിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. തലശ്ശേരി സബ് ജയിലിലേക്കാണ് ഇപ്പോൾ അർജുൻ നായങ്കിയെ മാറ്റിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ജാമ്യം എടുക്കാൻ പോലും അർജുൻ നായങ്കിക്ക് വേണ്ടി ആരും എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു സവിശേഷ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വിവേചനാധികാരമുള്ള ജഡ്ജി 14 ദിവസം
ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ 14 ദിവസം റിമാൻഡ് കാലയളവിൽ അന്വേഷണം കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും സംരക്ഷണം ഒരുക്കിയവരെയും പൂട്ടുമെന്ന പോലീസ് അസന്നിഗ്ധമായി തന്നെ പറയുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള സംരക്ഷണം, ഒളിത്താവളം ഒരുക്കുന്നതിലുള്ള സംരക്ഷണം, ഗതാഗതം ഒരുക്കുന്നതിലുള്ള സംരക്ഷണം, ഇത് മൂന്നും ഒരുക്കിയവരെ ഇത്തരത്തിൽ പൂട്ടാൻ തന്നെയാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തലവേദന സൃഷ്ടിച്ച ഒരാൾ കൂടിയാണ് അർജുൻ ആയങ്കി. സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സംവിധാനങ്ങളെയും മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് ഭരണ സംവിധാനങ്ങളെ ഉൾപ്പെടെ വലിയ രീതിയിൽ പരിഹസിക്കുന്ന തരത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളിൽ വഴി പോസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി വലിയ രീതിയിലുള്ള തലവേദനയാണ് സർക്കാരിന് അർജുൻ ആയങ്കി ചെയ്തത്. മാത്രവുമല്ല, ഇത് CPM-നെയും വലിയ രീതിയിൽ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. CPM നേതാക്കൾ കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ അർജുൻ ആയങ്കിയെ തള്ളിക്കളയുന്ന രീതിയിലേക്കും കാര്യങ്ങളെത്തി. അതിനുശേഷമാണ് അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലാകുന്നതും എന്നതും വളരെ ജോസഫ്, ഈ അർജുൻ ആയങ്കി ഇന്ന് രാവിലെ പുലർച്ചെയാണല്ലോ കസ്റ്റഡിയിലായത്. അപ്പോൾ മുതൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കേൾക്കുന്ന ഒരു കാര്യം കാപ്പ ചുമത്തിയേക്കുമെന്നാണ്. തീർച്ചയായും നിലവിൽ 23 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ വിവിധ സ്റ്റേഷനുകളായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഗൌരവപൂർവ്വമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അത്തരത്തിലുള്ള സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ, ഭീഷണി ഉൾപ്പെടെ, കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാപ്പ ചുമത്തി ഇയാളെ തുറങ്കിലടയ്ക്കാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നൊരു കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതിന്റെ മുന്നോടിയായി മറ്റു നടപടികൾ പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റു കേസുകളിലും ഊർജിതമായ അന്വേഷണം നടത്തി മജിസ്ട്രേറ്റിനെയും ജില്ലാ കളക്ടറെയും കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിയെ അടപടലം പൂട്ടുക എന്നൊരു ലക്ഷ്യം കൂടി ഭരണവകുപ്പിനുണ്ട്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസിന് വലിയേറെ തലവേദന സൃഷ്ടിച്ച ഒരു പ്രതിയെ വലിയ രീതിയിൽ പൂട്ടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്. പ്രതിപക്ഷവും ഇതിന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. കാപ്പി ഉൾപ്പെടെ ചുമത്തി തടങ്കിൽ വെക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ റിമാൻഡ് കാലയളവിൽ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകി ഈ പ്രതിയെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ സൈബർ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. മായ, ശരി, ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അർജുൻ ആയങ്കി 14 ദിവസത്തെ റിമാൻഡിൽ. ഒളിവിൽ കഴിയുന്നതിനിടെ അർജുൻ ആയങ്കിക്ക് സഹായം ചെയ്തതിനെ തുടർന്ന് അറസ്റ്റിലായ അജയ് ആയങ്കിയെയും ആൾജാമ്യത്തിൽ വിടും. സഹോദരൻ അഖിൽ ആയങ്കിയും മറ്റൊരാളും ജാമ്യം നിൽക്കും. ഇരുവരുടെയും വിവരങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിപ്രിയ ചേരുകയാണ്. ലക്ഷ്മി, അർജുൻ ആയങ്കിയുടെ സഹോദരൻ അജയ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അയാളെ ജാമ്യത്തിൽ വിടുമെന്ന് കേൾക്കുന്നു. സഹോദരൻ അഖിൽ ജാമ്യം നിൽക്കുമെന്ന് കേൾക്കുന്നു. അതേസമയം അർജുൻ ആയങ്കിയെ ജാമ്യത്തിലെടുക്കാൻ ആരും കോടതിയെ സമീപിച്ചതേയില്ല. ഇന്ന് പുലർച്ചെയോടെ 12:30യോടെയാണ് അജയ് ആയങ്കിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ അക്കൗണ്ട്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട അർജുൻ ആയങ്കിയുടെ അക്കൗണ്ട് പോലീസ് ഫ്രീസ് ചെയ്തിരുന്നു. അതിനുശേഷം അജയ് ആയങ്കിയുടെ അക്കൗണ്ട് വഴിയാണ് ഇവർ പണമിടപാടുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് അജയിലേക്ക് ഒരു പോലീസ് അന്വേഷണ സംഘം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ അർജുൻ ആയങ്കിയുടെ പേരിൽ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നിരുന്നു. അതിന് പിറകിലും അജയ് ഉണ്ടെന്നുള്ള ചെറിയൊരു വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയും മറ്റുമാണ് അജയ് ആയങ്കിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഇപ്പോൾ നമുക്ക് പിറകിൽ കാണുന്ന നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ അജയ് ആയങ്കി ഉള്ളത്. കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ് അഖിൽ ആയങ്കി ഈ സ്ഥലത്തെത്തിയിട്ടുള്ളത്. രണ്ടുപേരുടെ ആൾജാമ്യത്തിൽ വിടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏതായാലും രണ്ടുപേരുണ്ട്, അഖിൽ ആയങ്കിയും ഉണ്ട്, അതുപോലെ തന്നെ മറ്റൊരാളും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഏതായാലും പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ ഏതായാലും കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശരി, ലക്ഷ്മിപ്രിയയാണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ ആയങ്കിയെ പിടികൂടിയ സംഭവത്തിൽ പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് ആഭ്യന്തരമന്ത്രി. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാകും അനുഭവമെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാവില്ല.
ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. അർജുൻ ആയങ്കിയെ പിടികൂടുമെന്നത് ഉറപ്പായിരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ഒളിവിലിരുന്ന് പോസ്റ്റ് ഇടാൻ ആർക്കും കഴിയുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അതിലിപ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. എന്ത് വന്നാലും പിടിയിലാകുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിന്നെ 1-2 ദിവസം ഒരു ഷോ കാണിച്ച് നടക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം. ആർക്കും ഒളിവിലിരുന്ന് പോസ്റ്റ് ഇടാൻ തടസ്സമൊന്നുമില്ലല്ലോ. ഏതായാലും പിടിക്കുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു, പിടിക്കുകയും ചെയ്തു. അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചതിലൂടെ സമൂഹത്തെയാണ് വെല്ലുവിളിച്ചത് എന്ന് ADGP പി വിജയൻ. സാമൂഹ്യ മാധ്യമങ്ങളിൽ അർജുൻ ആയങ്കി നടത്തുന്നത് ഷോ മാത്രമാണ്. പോലീസിനെ വെല്ലുവിളിച്ചു എന്നത് അർജുൻ ആയങ്കിയുടെ തോന്നൽ മാത്രമാണെന്നും ഗുണ്ടകൾക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് മാരത്തോൺ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും പി വിജയൻ പറഞ്ഞു. ഈ പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സമൂഹത്തിനെ വെല്ലുവിളിക്കലാണ്. പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതാണ്. ഞങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കാണുകയും അതിന് പോസ്റ്റിന് ലൈക്ക് ഇടുകയും കമൻ്റ് ഇടുകയൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലെ ഉണ്ട്. അല്ല, അയാൾ ചെയ്തിരിക്കുന്ന എന്ത് കുറ്റാണെങ്കിൽ അതിനുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനും വിഴിഞ്ഞത്ത് കാണാതായ പുല്ലുവിള സ്വദേശി ജോണിനും വേണ്ടിയുള്ള തിരച്ചിലാണ് കടലിൽ പുരോഗമിക്കുന്നത്. സ്കൂബ സംഘത്തിനൊപ്പം മത്സ്യത്തൊഴിലാളികളും നേവിയും തിരച്ചിലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോയ ജോണിയെയും ഷിജിനെയും കാണാതായിട്ട് 10 ദിവസം പിന്നിട്ടു. സ്കൂബ സംഘത്തിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും നേവിയുടെയും സംയുക്ത നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഷിജിന് വേണ്ടി മുതലപ്പുഴയിൽ സ്കൂബ സംഘം പരിശോധന നടത്തിയെങ്കിലും ആഴക്കടലിൽ കാഴ്ച വ്യക്തമല്ലാത്തതിനാൽ 2 തവണയായി പരിശോധന നിർത്തിവെച്ചു. നേവിയുടെ മുങ്ങൽ വിദഗ്ധരെത്തി ഉച്ചയ്ക്ക് ശേഷം പരിശോധന തുടരും. വിഴിഞ്ഞത്ത് ജോണിനായുള്ള അന്വേഷണവും തുടരുകയാണ്. ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്ത് വിഴിഞ്ഞത്ത് കൂടുതൽ മുങ്ങൽ വിദഗ്ധരെയും സേനാ വിഭാഗങ്ങളെയും എത്തിച്ചാണ് പരിശോധന നടത്തുന്നത്. ശക്തമായ കടലൊഴുക്കും തിരമാലയും പരിശോധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായാണ് മുങ്ങൽ വിദഗ്ധർ പറയുന്നത്. ഓക്കെ, നമ്മൾ ലോക്കൽസ് പറഞ്ഞ ഏരിയ നമ്മൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അവർ ആ ഏരിയ പറഞ്ഞ് നമ്മൾ സർക്കിൾ പാറ്റേണിൽ ഫുൾ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മേളിക്കേറി വന്ന് പിന്നെ ഒരു പാറ്റേൺ അടിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നോക്കുമ്പോഴാണ് നല്ല റഫായത്. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം കണക്കിലെടുത്ത് വീട്ടുകാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് വിഴിഞ്ഞത്ത് ജോണിനായും മുതലപ്പുഴയിൽ ഷിജിനായും നടക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മത്സ്യത്തൊഴിലാളികളെ കാണാതായതിൽ ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത തിരച്ചിലാണ് നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാണാതായവരെ കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നത് എന്നും പിണറായി സർക്കാരിന്റെ കാലത്ത് 148 മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളികളെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കാണുന്നതെന്നും കടലിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനായി പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്ത് ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 148 പേരെയാണ് കാണാതായതെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 9 ദിവസമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തിരിച്ചു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, കുറേ ദിവസമായി 3 പേരെ കാണാതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. അപ്പോൾ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നു. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാണാതെ പോയവരുടെ എണ്ണത്തിനെ വരെയാണ് 148.
നിലവിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ 7 വർഷം കാത്തിരിക്കണം. ഇത് ഇല്ലാതാക്കാൻ സർക്കാർ നടപടിയെടുക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും ശ്രമമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കൊച്ചിയിൽ അഖില കേരള ധീവരസഭയുടെ പരിപാടിക്കെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. അമൃത ന്യൂസ്, കൊച്ചി. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെ വിവരം അറിയിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നേവിയും കോസ്റ്റ് ഗാർഡും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏകോപനത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച ഉണ്ടായോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഡേറ്റ് ശരിക്കും ഓർമ്മയില്ല. പക്ഷേ എനിക്കൊരു 7 മണി സംസ്ഥാന ഗവൺമെന്റിന്റെ മന്ത്രി വിളിച്ചു. സെൻട്രൽ ഗവൺമെന്റ് പൂർണ്ണ സഹായം വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ഡിഫൻസ് മിനിസ്റ്ററോടും പ്രൈം മിനിസ്റ്റർ ഓഫീസറോടും സംസാരിച്ചു. അന്ന് 12 മണി മുതൽ കോസ്റ്റ് ഗാർഡും നേവിയും കംപ്ലീറ്റ് മൊബിലൈസ് ആയി. 9-10 ദിവസമായിട്ട് അവരുടെ സെർച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ട്രാജഡിയാണ്. അവരെ കാണാൻ ഞാൻ ഇന്ന് പോകുന്നുണ്ട്. അവരെ കുടുംബങ്ങളെ കാണാൻ പോകുന്നുണ്ട്. പക്ഷെ അവര് കണ്ടുപിടിക്കും എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു എന്താണ് പ്രതീക്ഷ. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലിനായി നാവികസേനയും കോസ്റ്റ് ഗാർഡും രംഗത്ത്. ഇന്ത്യൻ നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്ററും ഇന്ന് കടലിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. തിരച്ചിൽ ഊർജിതമാക്കാൻ നേവിയുടെ സ്കൂബ സംഘവും ഉണ്ട്. നേവി സംഘത്തിനായുള്ള പ്രത്യേക ഹെലിപാഡ് നിർമ്മാണം കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസ് ഗ്രൗണ്ടിൽ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഇനി ഇൻ കേസ് ആശ്രാമ മൈതാനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്ലാൻ ബി നമ്മൾ അമൃതമഠത്തിൻ്റെ മൈതാനം അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് എല്ലാം തീർത്ത് അതും റെഡിയാണ്. എനിക്ക് അവരുടെ ഹെലിപാഡിൻ്റെ ഡയമീറ്റർ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഡയമെൻഷൻസ് സ്കെച്ച് ഉൾപ്പെടെ അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ എനിക്ക് അയച്ചു തന്നു. മിനിസ്റ്ററുമായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരപ്പം തന്നെ വില്ലിങ്സ് രാത്രി തന്നെ അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള നാഷണൽ ഹൈവേയുടെ അതിൻ്റെ ബിറ്റുമെനോ മറ്റേ കോൺക്രീറ്റിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവരികയും അതിനുള്ള എല്ലാ നടപടികളും അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അമൃതാനന്ദ മഠത്തിൽ നിന്ന് ലഭിച്ച സപ്പോർട്ട് വളരെ വളരെ പ്രശംസനീയമാണ്. അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞത് അമൃതാനന്ദ മയിൽ ഉണ്ട്, ഞാനത് സംസാരിക്കാം. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറാണ് അത് പറഞ്ഞത്. അദ്ദേഹമാണ് അത് ആക്ച്വലി കോർഡിനേറ്റ് ചെയ്ത് എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനും അദ്ദേഹത്തോട് കാര്യങ്ങൾ ഈ പ്രശ്നങ്ങൾ ഇത് പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് പോകുന്നതെന്നുള്ളത് അദ്ദേഹം ആണ് ആക്ച്വലി അമൃതാനന്ദമയുടെ മഠത്തിലെ കാര്യങ്ങൾ എനിക്ക് സപ്പോർട്ട് തന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ഇന്നത്തെ തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്ത്യൻ നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്ററും കടലിൽ തിരച്ചിൽ നടത്തുകയല്ലേ? കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററാണ് കടലിൽ തിരച്ചിൽ നടത്തുന്നത്. നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കടലിൽ പരിശോധന നടത്തുന്നത് നാവികസേനയുടെ പ്രത്യേക കപ്പൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ സ്കൂബ ടീമും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച സ്കൂബ ടീമും ഇത് പുലർച്ചെ 6 മണി മുതൽ ആരംഭിച്ച തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര സമയം ഈ കടലിൽ ഈ തിരമാലയ്ക്കുള്ളിൽ പിടിച്ചു നിന്നുകൊണ്ട് ഈ തിരച്ചിൽ പൂർത്തീകരിക്കാം അല്ലെങ്കിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഉള്ള ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. കാരണം 6 മണി മുതൽ ആരംഭിച്ച തെരച്ചിൽ ഇപ്പോഴും പൂർത്തിയാവുകയാണ്. കടലിൽ പ്രകൃതിക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അതായത് കടൽ തിരമാലകൾ വലുതായിട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും കടൽ സമാന സാഹചര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ പ്രക്ഷുബ്ധമാണെന്ന് തന്നെ വേണ്ടി പറയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്കൂബ ടീമിന് കടലിൽ ആഴത്തിലേക്ക് ചാടി ഇറങ്ങിയുള്ള പരിശോധന അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഗൗതം കൃഷ്ണന്റെ അമ്മ പറഞ്ഞത് ഈ കുട്ടി അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിൽ പോയ വള്ളം മറിഞ്ഞ ഭാഗത്ത് വല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. ഈ വലയിൽ കുടുങ്ങി ഒരു പക്ഷേ ഗൗതം കൃഷ്ണ അവിടെ ഉണ്ടാകാമെന്നൊരു സാധ്യത, ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇപ്പോൾ ഒരു പരിശോധന ഈ പ്രദേശത്ത് നടത്തുന്നത്. ഏതായാലും അന്ന് ഗൗതം കൃഷ്ണയ്ക്കൊപ്പം പോയ മത്സ്യത്തൊഴിലാളികളെയും ഈ ഒരു സംഘത്തിനൊപ്പം ചേർത്തുകൊണ്ട് ഇവർ എവിടെയാണോ അന്ന് വള്ളം മുങ്ങിയത് ആ പ്രദേശത്ത് ഈ വലയിൽ അകപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ, വല കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്ത് അത്തരത്തിലുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഏതായാലും കോസ്റ്റ് ഗാർഡിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളും മറ്റുമൊക്കെ
നടത്തി വരികയാണ്. എന്നാലും ഇതുവരെയും 10ാം നാൾ ആവുമ്പോഴും ഇതുവരെയും ഗൗതം കൃഷ്ണയുടെ തിരച്ചിൽ അത് ബലത്തിലേക്ക് എത്തുന്നില്ല. തിരച്ചിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ നേവിയുടെ ഒക്കെ പ്രത്യേക ഒരു സംഘം ഇതിനായി തിരിച്ചിട്ടുണ്ട്. ഈ നേവിയുടെ ഹെലികോപ്റ്റർ അത് നമ്മുടെ ആശ്രാമം മൈതാനത്തോ അല്ലെങ്കിൽ കൊല്ലത്തെ അമൃത വിശ്വവിദ്യാപീഠത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സംവിധാന ഹെലിപാഡിലോ ആയിരിക്കും ഒരുപക്ഷെ ഈ നേവിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുക. തുടർന്ന് അവിടെ നിന്നും ഇന്ധനം നിറച്ച് കൊണ്ട് ഈ കടൽ പരിശോധന നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഏതായാലും രാവിലെ 6 മണി മുതൽ ആരംഭിച്ച പരിശോധനകൾ ഇപ്പോഴും നടന്നു വരികയാണ്. ഇനി ഇത് നേവിയുടെ ഹെലികോപ്റ്റർ സംവിധാനമാണ് ഇനി അടുത്തതായി അടിയന്തര ഘട്ടത്തിലേക്ക് പരിശോധനയ്ക്കായി എത്തിച്ചേരുക. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ നിലവിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഒന്നുമില്ല. നാളെ മുതൽ സംസ്ഥാനത്ത് സാധാരണ കാലവർഷ മഴ മാത്രമാണ് ഉണ്ടാവുക എന്നാണ് പുതിയ പ്രവചനം. കടലിൽ മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുത് എന്നാണ് നിർദ്ദേശം. ഡൽഹിയിൽ കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വൻ നാശനഷ്ടങ്ങൾ. തെക്ക് കിഴക്കൻ ഡൽഹിയിലെ മദൻപൂർ ഖത്തറിൽ ഓടയിൽ വീണ യുവാവിനെ കാണാതായി. 24 മണിക്കൂർ കൂടി ഇടവിട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലും മഴ തുടരുന്നു. അസമിൽ മഴക്കെടുതിയിൽ മരണം 99ആയി. ഡൽഹിയിൽ കഴിഞ്ഞ 4 ദിവസമായി പെയ്ത കനത്ത മഴയിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. മെഹ്റോളി, ബദർപൂർ, ദൗളക്കാൻ, ഗുരുഗ്രാം മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. തെക്ക് കിഴക്കൻ ഡൽഹിയിലെ മദൻപൂർ ഖദറിൽ ഓടയിലെ വെള്ളത്തിൽ വീണ യുവാവിനെ കാണാതായി. ദിയോളിക്കാവ് മേഖലയിൽ മഴയിൽ മതിൽ തകർന്നു വീണ് നിരവധി വാഹനങ്ങൾ തകർന്നു. ഗുരുഗ്രാമിൽ റോഡ് വെള്ളത്തിനടിയിലായതോടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും അടുത്ത 24 മണിക്കൂർ ഇടവിട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലും മഴ തുടരുകയാണ്. ഉയർന്ന മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസം, മേഘാലയ ഉൾപ്പെടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിർത്താതെ പെയ്ത കനത്ത മഴ ജനജീവിതം ദുസ്സഹമാക്കി. അസമിൽ മഴക്കെടുതിയിൽ ഇതുവരെ 99 മരണം റിപ്പോർട്ട് ചെയ്തതായി സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. 14 ജില്ലകളിലായി 1.5 ലക്ഷത്തിലധികം ആളുകളെയാണ് മഴക്കെടുതി ബാധിച്ചത്. 400-ലധികം ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. കലാർ 60-ാം മൈലിന് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. നിർമ്മാണത്തിലിരുന്ന സംരക്ഷണ ഭിത്തിയും മണ്ണുമാണ് ഇടിഞ്ഞുപോയത്. നിലവിൽ ഗതാഗത തടസ്സമില്ല. നിർമ്മാണത്തിലെ പിഴവാണ് ഭിത്തി ഇടിയാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ശക്തമായ മഴയാണ് അടിമാലി, മൂന്നാർ മേഖലകളിൽ ഇന്നലെ രേഖപ്പെടുത്തിയത്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുമെന്ന ഉറപ്പ് നൽകാതെ സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് അതേപടി താഴെത്തട്ടിലേക്ക് നൽകുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തത് എന്നും 2 വരി മാത്രമേ ആലപിക്കുകയുള്ളൂവെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയതിനെതിരെ ഭരണപക്ഷ കക്ഷികൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരംഗ എല്ലാ വീടുകളിലും ത്രിവർണ പതാക പദ്ധതിയുടെ ഭാഗമായ ആഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് നിർദ്ദേശിച്ചത്. ഇത് പ്രകാരം ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയതോടെയാണ് വിവാദമുയർന്നത്. എന്നാൽ സംസ്ഥാന ജില്ലാ തലങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഔദ്യോഗികമായി നടക്കുന്ന സ്വാതന്ത്ര്യദിന പരിപാടികളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. ഹർ ഘർ തിരംഗ എന്ന പേരിൽ നടക്കുന്ന അനൗപചാരിക പ്രചാരണത്തിന് മാത്രമാണ് ഈ ഉത്തരവ് ബാധകമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം. ഇക്കാര്യത്തിൽ കേന്ദ്ര പ്രോട്ടോകോൾ അനുസരിക്കില്ലെന്നും കേരളത്തിൽ വന്ദേമാതരം 2 വരി മാത്രമേ ഉണ്ടാകൂവെന്നും മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. ഗവർണർ പങ്കെടുത്തതിനാലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറി സർക്കുലറായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുമ്പ് പാടിയിരുന്ന 2 ഖണ്ഡിക മാത്രമേ പാടൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും 2 ഖണ്ഡിക മാത്രമാണ് മുമ്പ് പാടിയിട്ടുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പാടൂ. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലേണ്ടതില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും നിർദ്ദേശം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ പുതിയ സംഗതി അല്ലെന്ന് മന്ത്രി എൻ ശംസുദ്ദീനും പറഞ്ഞു.
വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നത് RSS നയമാണെന്നും അത് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം തള്ളി സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കില്ല എന്ന് ഉറപ്പായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ ആഴ്ച അവസാനിക്കാനിരിക്കെ ബുധനാഴ്ച FCRA ബിൽ അവതരിപ്പിക്കും എന്ന് സൂചന. ഔദ്യോഗിക രേഖകളിൽ കേരള എന്നതിനു പകരം കേരളം എന്നാക്കുന്നതിനുള്ള ബില്ലും പാർലമെന്റിൽ അവതരിപ്പിക്കും. അതേസമയം CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയും വരെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.